നമുക്കൊപ്പം ഇപ്പോൾ റോഡ് സുരക്ഷാ വിദഗ്ധൻ ഡോക്ടർ ഉപേന്ദ്ര നാരായൺ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ ഉപേന്ദ്ര നാരായണൻ, എത്രയോ വട്ടം കേരളത്തിലെ റോഡുകളെ കുറിച്ച് നമ്മൾ സംസാരിച്ചതാണ്. മുഖ്യമന്ത്രി നിയമസഭയിൽ കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്കിലെ റോഡുകളെക്കാൾ എത്രയോ നല്ലതാണെന്ന് ഒരാൾ ഇവിടെ വന്ന് കണ്ടു പറഞ്ഞുവെന്നും പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. പക്ഷെ ഇന്നലെ മുഖ്യമന്ത്രിക്ക് വരെ ഈ റോഡിലെ കുഴികൾ കാരണം റൂട്ട് മാറ്റേണ്ടി വന്നു. മുഖ്യമന്ത്രിക്ക് റൂട്ട് മാറ്റാം, അതിനൊരു പ്രശ്നവുമില്ല. പക്ഷെ ഈ സാധാരണക്കാരായ ജനങ്ങൾ എന്ത് ചെയ്യണം? ഈ പൊതുഗതാഗതത്തിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ, അവരുടെ ദുരിതം അതിന് എന്ന് അറുതിയുണ്ടാവും? അതൊരു വലിയ ചോദ്യമാണ്, ഒരു ഒന്നൊന്നര ചോദ്യമാണ്. കാര്യം സാധാരണ ജനങ്ങൾക്ക് പൊതുഗതാഗതത്തിനെ ആശ്രയിക്കാൻ അല്ലെങ്കിൽ ഒരു ടൂ വീലർ വാങ്ങിച്ച് ഓടിക്കാൻ ഇന്ന് നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെയുള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്. കാര്യം ഇതിനൊരു ക്വാളിറ്റി മെയിൻ്റനൻസും ഒരു ഗ്യാരണ്ടിയും അതായത് റോഡ് നിർമ്മിക്കുന്ന കോൺട്രാക്ടർമാരിൽ നിന്ന് വാങ്ങിക്കുന്നില്ല. അല്ലെങ്കിൽ അവരോടൊരു മൃദു സമീപനമാണ് എഞ്ചിനീയർമാരെടുക്കുന്നത്. തുടക്കം തൊട്ടേ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ PWD റോഡ് എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വിഭാഗമാണ്. അവരുടെ ജോലി കൃത്യനിർവഹണത്തിൽ വളരെ വലിയ വീഴ്ച നടക്കുന്നുണ്ട്, അഴിമതി നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഇവിടുത്തെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് നോക്കണം. പക്ഷേ ഒന്നും നടക്കാത്ത ഒരു സ്റ്റേറ്റ് ആയിട്ട് കേരളം മാറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്നലെ അത് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യം അദ്ദേഹം ട്രാഫിക് ഡൈവേർട്ട് ചെയ്ത് പോകുന്ന റൂട്ടിൽ കൂടെ അദ്ദേഹം പോകുന്നു എന്നല്ലാണ്ട് ഇത് എന്തുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഉന്നതതല കമ്മിറ്റി വിളിച്ചു കൂട്ടി? ബഹുമാനപ്പെട്ട PWD മന്ത്രി, ഗതാഗത മന്ത്രി, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് എന്തുകൊണ്ട് ഈ റോഡ് ഇങ്ങനെ ശോചനീയ അവസ്ഥയിൽ കേരളത്തിൽ നിലനിൽക്കുന്നു? മഴ പോയാൽ വെയിൽ വന്നു, വെയിൽ പോയാൽ വീണ്ടും മഴ വന്നു. അപ്പൊ കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ കേരളം മൺസൂൺ വെള്ളക്കെട്ട് നിറയുന്ന റോഡ് ഉണ്ടാകാൻ പാടില്ല. കാര്യം ഇതിന്റെ ഡ്രെയിനേജസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് വർക്ക് കോൺട്രാക്ട് അവാർഡ് ചെയ്യുന്ന കോൺട്രാക്ടർമാർ ചെയ്യുന്നില്ല. ഇതിനൊന്നും ഒരു പരിശോധനയും സൂപ്പർവിഷൻ നടക്കുന്നില്ല. ഇപ്പോ കരാറുകാർക്ക് ഇഷ്ടമാതിരി പണിയുന്നു, അവരവരുടെ കമ്മീഷൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നു എന്നല്ലാണ്ട് പൊതുജനങ്ങൾ വളരെ ദുർഘടമായ ഈ റോഡിലൂടെ പോയി വാഹനങ്ങളുടെ ഇന്ധനച്ചെലവ് കൂടുന്നു. അനുഭവിക്കേണ്ട ഗതികേട് സാധാരണക്കാരായ പൊതുജനങ്ങൾക്കാണ്. ഇവരെയൊക്കെ വോട്ട് ജയിപ്പിച്ച് വിട്ട ജനങ്ങളുടെ ഗതികേട് എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. വളരെയധികം നന്ദി ശ്രീ ഉപേന്ദ്ര നാരായണൻ സംസാരിച്ചതിന്.